ദി ക്രിട്ടിക്കിലേക്ക് സ്വാഗതം. ഈ വർഷം മാർച്ച് 7 അന്താരാഷ്ട്ര വനിതാ ദിനത്തിൻ്റെ തലേ ദിവസം വ്യത്യസ്തമായൊരു ക്യാമ്പയിന് കേരളം സാക്ഷ്യം വഹിക്കുകയാണ്. സീറോ ടോളറൻസ് ടു സെക്ഷൽ വയലൻസ്. എന്താണ് ഇത്തരമൊരു ക്യാമ്പയിൻ്റെ പ്രസക്തി? എന്തൊക്കെയാണ് ഉദ്ദേശ ലക്ഷ്യങ്ങൾ? എന്തൊക്കെയാണ് പ്രവർത്തന പദ്ധതികൾ? സംവിധായകയും അധ്യാപികയും WCC സ്ഥാപക അംഗവും സംവിധായകൻ PT കുഞ്ഞുമുഹത്തിനെതിരായ ലൈംഗികാതിക്രമ കേസിലെ പരാതിക്കാരിയുമായ ഡോക്ടർ ആശ ആച്ചി ജോസഫ് സംസാരിക്കുന്നു. ഏവർക്കും സ്വാഗതം. എനിക്ക് നല്ല ടെൻഷനുണ്ട്. അയ്യോ ഒരു മിനിറ്റ്. അച്ഛ PG എൻട്രൻസ് അല്ലേ, മനസ്സറിഞ്ഞ് ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ. പഠിച്ചത് മാത്രമേ വരുള്ളൂ മോളെ. അഡ്മിഷന്റെ ഫീസിന്റെ കാര്യത്തില് അച്ഛനൊരു വഴി കണ്ടിട്ടുണ്ട്. വരിക. KSFE, ഈ നാടിന്റെ ധൈര്യം. സീറോ ടോളറൻസ് ടു സെക്ഷൽ വയലൻസ് എന്ന് പറയുന്നത് ഒരു പുതിയ ക്യാമ്പയിൻ അല്ല. യഥാർത്ഥത്തിൽ സീറോ ടോളറൻസ് ടു സെക്ഷൽ ഹാരസ്മെൻറ്റ് എന്നുള്ളത് വിമൻ ഇൻ സിനിമ കളക്റ്റീവ് 2017 രൂപീകരിക്കപ്പെട്ടതിനെ തുടർന്ന് നമുക്കറിയാം, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം വളരെ സ്പഷ്ടമായിട്ട് WCC ആവർത്തിച്ചു കൊണ്ടിരുന്നൊരു ഡിമാൻഡാണ്, ഗവൺമെൻറ്റിനോട് ആവർത്തിച്ചു കൊണ്ടിരുന്നൊരു ഡിമാൻഡാണ് സീറോ ടോളറൻസ് ടു സെക്ഷൽ ഹാരസ്മെൻറ്റ് എന്നുള്ളത്. അത് വരാൻ കാരണം 2013 നിയമം പ്രിവെൻഷൻ ഓഫ് സെക്ഷൽ ഹാരസ്മെൻറ്റ് അറ്റ് വർക്ക് പ്ലേസ് 2013 പ്രിവെൻഷൻ, പ്രൊഹിബിഷൻ, റിഡ്രസൽ എന്ന ഒരു നിയമത്തിൻ്റെ പശ്ചാത്തലത്തിൽ, ഈ നിയമത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് പലരും പറയുന്നത്, സ്ത്രീകൾക്ക് വേണ്ടി സ്ത്രീകളാൽ ഒരു കൂട്ടം സ്ത്രീകൾ ചേർന്നിട്ട് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള വളരെ ബ്രോഡായിട്ടുള്ള ഡെഫിനിഷൻസ്, എന്നാൽ അതേസമയം തന്നെ വളരെ വർക്ക് പ്ലേസ് റിലേറ്റഡ് ആയിട്ടുള്ള ഡെഫിനിഷൻസ് കൊണ്ടുവന്നിട്ടുള്ള സെക്ഷൽ ഹാരസ്മെൻറ്റിനെതിരായിട്ടുള്ള വളരെ ശക്തമായ ഒരു നിയമമായിട്ടാണ് പോഷ് ആക്ട് എന്നുള്ളതിനെക്കുറിച്ച് പറയുന്നത്. നമുക്കറിയാം, പോഷ് ആക്ട് എല്ലാ സ്ഥലങ്ങളിലും, പ്രൈവറ്റ് ഉദ്യോഗ സ്ഥലങ്ങളിലും അതുപോലെ ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗങ്ങളുള്ള സ്ഥലങ്ങളിലെല്ലാം, എല്ലാ ഓഫീസുകളിലും ഒരു ഇൻറ്റേർണൽ കമ്മിറ്റി വേണം എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് എല്ലാ ഓഫീസുകളും പാലിച്ചില്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ട് വരുന്ന സാഹചര്യങ്ങൾ, അതായത് നിയമപരമായിട്ട് അതിനെതിരെ ആക്ഷൻ എടുക്കുന്ന സാഹചര്യങ്ങൾ വരെ ഉണ്ടായിട്ടുള്ള ഒരു ലോയാണ് പോഷ് ആക്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പോഷ് ആക്ട് ആണ് യഥാർത്ഥത്തിൽ വിമൻ ഇൻ സിനിമ കളക്റ്റീവിൻ്റെ ഏറ്റവും വലിയ ഒരു സപ്പോർട്ട് സിസ്റ്റം, ഒരു ഫ്രെയിം വർക്കായിട്ട് നമ്മൾ യൂസ് ചെയ്തിരുന്നത്. ഞാൻ വിമൻ ഇൻ സിനിമ കളക്റ്റീവിൻ്റെ ഫൗണ്ടർ മെമ്പർ കൂടി ആയതുകൊണ്ട് 2017 മുതൽ നമ്മൾ അതിനെ സംബന്ധിച്ച് സിനിമാ ലോകത്തിലെ സ്ത്രീകളുടെ ജോലിയെ സംബന്ധിച്ചും ജോലി സാഹചര്യങ്ങളെ സംബന്ധിച്ചുമുള്ള പലതരം അഡ്വോക്കസി, അതുപോലെ സമരങ്ങൾ, എനിക്ക് തോന്നുന്നു പൊതുവെ അറിയാവുന്ന കാര്യമാണ്. അത്തരം കാര്യങ്ങളെല്ലാം ഉൾപ്പെട്ട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ 5 വർഷത്തിന് ശേഷമുള്ള പുറത്തുവരൽ, അതിൽ മീഡിയ അതിനെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ, പൊതുജനങ്ങൾ അതിനെ സംബന്ധിച്ച് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെയുമായി ബന്ധപ്പെട്ടതാണ് ഇങ്ങനെയൊരു പേരിൻ്റെ രൂപീകരണം. അതേസമയം തന്നെ ഈ പേരിന് വേറെ പല തരം ഹിസ്റ്ററികളുമുണ്ട്. അത് കുറച്ചൊക്കെ നെഗറ്റീവ് സൈഡിലുള്ള ഹിസ്റ്ററികളാണ്. അതിലേക്ക് നമ്മൾ പോയില്ല. നമ്മൾ ഇന്ത്യൻ സാഹചര്യത്തിലുള്ള ഒരു സീറോ ടോളറൻസ് ടു സെക്ഷൽ വയലൻസ് എന്ന് പറയുന്ന ഒരു കാര്യമാണ് എടുക്കാൻ ആഗ്രഹിച്ചത്. അതിന് പുറകിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടയിൽ നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചിട്ടുള്ള സെക്ഷൽ വയലൻസിൻ്റെ ഇൻക്രീസ് ഓഫ് സെക്ഷൽ വയലൻസ്, അതായത് വളരെയധികം കൂടുന്ന ഒരു സാഹചര്യം, ലൈംഗിക ആക്രമണങ്ങൾ വളരെയധികം കൂടുക, അതായത് സ്ത്രീകൾക്കെതിരെ, ക്യൂർ വ്യക്തികൾക്കെതിരെ, അതുപോലെ കുട്ടികൾക്കെതിരെ വളരെ കൂടുതൽ
കാര്യങ്ങൾ സംഭവിക്കുന്നു. ഇതിന് എതിരായിട്ട് നമ്മുടെ സിസ്റ്റം, അതായത് ഗവൺമെൻറ് എന്താണ് ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾക്ക് വലിയ വ്യാകുലത ഉണ്ടാവുന്നു. ഈ വ്യാകുലതയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ സീറോ ടോളറൻസ് ടു സെക്ഷൽ വയലൻസ് എന്ന് പറയുന്നത്. അതിൽ നമ്മൾ മലയാളത്തിൽ വളരെ വ്യക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് ലൈംഗിക ആക്രമണങ്ങളോട് വിട്ടുവീഴ്ചയില്ല എന്നുള്ളതാണ്. വിട്ടുവീഴ്ചയില്ല എന്ന് നമ്മൾ പറയുമ്പോൾ അതിന് 3 കാര്യങ്ങളാണ് നമ്മൾ വീണ്ടും പോഷ് ആക്ടിലേക്ക് പോയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രിവെൻഷൻ, പ്രൊഹിബിഷൻ, റിഡ്രസൽ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം, അതായത് തടയാനും നിരോധിക്കാനും പരാതി പരിഹരിക്കാനും എന്നാണ് ആ നിയമത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് ആ നിയമത്തിൻ്റെ പേരിൽ തന്നെ പറയുന്നത്. അപ്പോൾ നമ്മൾ ആ പേരിൽ നിന്ന് കൊണ്ടാണ് തുടങ്ങുന്നത്. അതായത് റിഡ്രസൽ, അതായത് പരാതി പരിഹാരം എന്ന് പറയുന്നത് മാത്രമല്ല ഈ IC എന്ന് പറയുന്ന കമ്മിറ്റിയുടെ ഉദ്ദേശം. ഇൻറ്റേർണൽ കമ്മിറ്റി എന്നാക്കി മാറ്റിയിട്ടുണ്ട്. നേരത്തെ ഇൻറ്റേർണൽ കംപ്ലയിൻസ് കമ്മിറ്റി ആയിരുന്നു, ഇപ്പോൾ ഇൻറ്റേർണൽ കമ്മിറ്റി ആക്കി മാറ്റിയിട്ടുണ്ട്. അതിന് കാരണം ഈ കംപ്ലൈൻറ്റുകൾ പരിഹരിക്കുക എന്ന് പറയുന്നത് മാത്രമല്ല ഈ കമ്മിറ്റിയുടെ ജോലി. പിന്നെയോ ആദ്യം നമ്മൾ തുടങ്ങുന്നത് പ്രിവെൻഷനിലാണ്. നമ്മൾ തടയാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതിലായിരിക്കണം യഥാർത്ഥത്തിൽ എല്ലാ സംവിധാനങ്ങളുടെയും ശ്രദ്ധ. കാരണം നമ്മൾ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് നമുക്കറിയാവുന്നതുപോലെ തടയുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം. നമ്മളൊരു കാര്യം സംഭവിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അതിനെ പരിഹരിക്കാൻ നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു ഭീകരമായ ഒരു അവസ്ഥയാണ് ഒരു ലൈംഗിക ആക്രമണം ഒരു വ്യക്തിക്കും ആ വ്യക്തിയുള്ള സമൂഹത്തിനും ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെ സീറ്റോ മൂവ്മെൻറ്റ് നമ്മൾ തുടങ്ങുന്നത് ആ പോയിന്റിൽ നിന്നുകൊണ്ടാണ്. പ്രിവെൻഷൻ, അപ്പോൾ പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ പലതരം കാര്യങ്ങളുണ്ട്. 3-4 സെഗ്മെൻറ്റ്സ് ഓഫ് പീപ്പിൾ, അതായത് സ്ത്രീകൾ, ക്യൂർ വ്യക്തികൾ, കുട്ടികൾ, അതുപോലെ തന്നെ ലൈംഗികാക്രമണം അനുഭവിക്കുന്ന പാർശ്വസ്ഥിതരായിട്ടുള്ള എല്ലാ മനുഷ്യർക്കും വേണ്ടിയിട്ട് സംസാരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കരുതുന്നു. അതായത് നമ്മൾ പറയാൻ ശ്രമിക്കുന്ന ലൈംഗിക ആക്രമണം എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരാൾക്കെതിരെ ചെയ്യുന്ന ഒരു കാര്യമല്ല. അത് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാകുന്നത് പവർ ഉപയോഗിക്കലാണ്, അധികാര പ്രയോഗമാണ്. അത് ഒരു ലൈംഗിക വേഴ്ചയെന്നോ ലൈംഗികമായി നടത്തുന്ന പ്രവൃത്തി എന്നോ ഉള്ളതിനേക്കാൾ എത്രയോ മുകളിലാണ് ഈ ലൈംഗിക ആക്രമണത്തിനെ നമ്മൾ കാണേണ്ടത് എന്ന് നമ്മൾ സമൂഹത്തോട് വളരെ വ്യക്തമായി പറയേണ്ട ആവശ്യമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് സീറോ ടോളറൻസ് ടു സെക്ഷൽ വയലൻസ് എന്ന് പറയുന്ന ഈ ഒരു ക്യാമ്പയിൻ തുടങ്ങുന്നത്. ഇതൊരു ക്യാമ്പയിനാണ്, ഇതൊരു സംഘടന അല്ല. കാരണം നമുക്കിഷ്ടംപോലെ സംഘടനകളുണ്ട് ഈ കാര്യം തന്നെ പറഞ്ഞുകൊണ്ട്. കഴിഞ്ഞ ഒരു 8-9 വർഷമായിട്ട് കേരളത്തിൽ പ്രവർത്തിക്കുന്ന ചെറുതും വലുതുമായിട്ടുള്ള വളരെയധികം സംഘങ്ങളുണ്ട്. പ്രത്യേകിച്ചും നടി ആക്രമിക്കപ്പെട്ട കേസിലും അതുപോലെ കന്യാസ്ത്രീയുടെ കേസിലും ഒക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ള വളരെ ശക്തമായി മുന്നോട്ട് വന്നിട്ടുള്ള കുറേ സംഘങ്ങളുണ്ട്. ഈ സംഘങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട സംഘമാണ് WCC എന്ന് പറയുന്നത്. അപ്പോൾ ഈ സംഘങ്ങളെല്ലാം ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെയുമല്ല, ഈ സംഘങ്ങൾക്ക് ബിയോണ്ടായിട്ട് അതിനുപരിയായിട്ട് സ്ത്രീകളുടെ സമൂഹത്തിലെ സ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആ സംഘടനകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് മാത്രമേ നമുക്കിങ്ങനെ ഒരു ക്യാമ്പയിൻ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതൊരു കൂട്ടം ആൾക്കാരുടെ മാത്രം കാര്യമല്ല. അത് ഈ സമൂഹത്തിലുള്ള പല തരം ആൾക്കാർ ഒരുമിച്ച് വരിക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കേണ്ടത് പുരുഷന്മാർ തന്നെയാണ്. അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ അടുത്ത കോൺഫ്ലിക്റ്റ് ആരംഭിക്കുന്നത്. കാരണം പൊതുവെ ഇത് സ്ത്രീകളുടെ പ്രശ്നമാണ്, കുട്ടികളുടെ പ്രശ്നമാണ്, അവർ കൈകാര്യം ചെയ്യട്ടെ. സ്ത്രീകളുടെയും കുട്ടികളുടെയും പ്രശ്നങ്ങളും ക്യൂർ പേഴ്സൺസിൻ്റെ പ്രശ്നങ്ങളുമൊക്കെ കൈകാര്യം ചെയ്യുന്നതിന് പലതരം ആൾക്കാരുണ്ട്, അവർ കൈകാര്യം ചെയ്തോട്ടെ, അതങ്ങനെ പോയിക്കോട്ടെ. അതിൻ്റെ അർത്ഥം വേറൊരു തരത്തിൽ പറഞ്ഞാൽ അധികാര പ്രയോഗം നടത്തുന്ന പുരുഷവർഗത്തിൽ നിന്നുള്ള ആൾക്കാരെ സംബന്ധിച്ച് അത് വീണ്ടും ഒരു അധികാരത്തിൻ്റെ ഭാഗമായിട്ട് മാറുകയാണ്. അതുകൊണ്ട് തന്നെ പുരുഷന്മാർ ഇതിനെതിരെ വന്ന് ഇതിൻ്റെ
നായക സ്ഥാനം എടുത്തുകൊണ്ട് തന്നെ ഇപ്പം നമുക്കറിയാം ഇൻ്റർനാഷണലി മെൻ എൻഗേജ് എന്നൊക്കെ പറയുന്ന സംഘടനകളുണ്ട്, മെൻ എഗൻസ്റ്റ് റേപ്പ് എന്ന് പറയുന്ന സംഘടനകൾ. ഇവരൊക്കെ വളരെ വ്യക്തമായിട്ട് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സംഘടനകളാണ്. അതുപോലെ കേരളത്തിലും ഇന്ത്യയിലും പുരുഷന്മാരുടെ നേതൃത്വത്തിൽ ഇതിനെ അപലപിക്കുന്ന, ഇതിനെ വളരെ നിശിതമായി തുടച്ചു നീക്കാൻ കഴിവുള്ള സംഘടനകൾ ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ്. സീറ്റോ അങ്ങനെയൊരു സംഘടനാ രൂപത്തിന് മുൻകൈയെടുക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇന്ത്യയിലും കേരളത്തിലും അങ്ങനെ വളരെ കൃത്യമായി പ്രവർത്തിക്കുന്ന പുരുഷന്മാരുണ്ട് എന്ന് നമ്മൾക്ക് അറിയാവുന്നതുകൊണ്ടും നമ്മളോടൊപ്പം ഈ പുരുഷന്മാരിൽ പലരും ഉണ്ട് എന്നുള്ളതുമാണ് നമുക്ക് ഏറ്റവും സന്തോഷം തരുന്ന ഒരു കാര്യം. അപ്പോൾ ഈ സീറ്റോ എന്ന് പറയുന്നത് ഒരു ക്യാമ്പയിൻ എന്നുള്ള രീതിയിൽ പ്രത്യേകിച്ചും പുരുഷന്മാർ കഴിഞ്ഞാൽ അടുത്ത ആൾക്കാരെന്ന് പറയുന്നത് യങ്സ്റ്റേഴ്സാണ്. അതായത് ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർ. നമുക്കറിയാം ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന ആ ഒരു, അതായത് പല ജനറേഷൻസ് ഉണ്ട്, എങ്കിലും ഒരു 35 വയസ്സിൽ താഴെയുള്ള ആൾക്കാർ ഈ ക്യാമ്പയിൻ നയിക്കേണ്ടത് വളരെ ആവശ്യം എന്നാണ് നമ്മൾക്ക് തോന്നുന്നത്. കാരണം ഈ ക്യാമ്പയിനിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പറയുന്നത് ഒരു അധികാര സ്ഥാനങ്ങളോടുള്ള വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം, അതായത് നിരന്തരമായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെറുതും വലുതുമായിട്ടുള്ള ആക്ടിവിറ്റീസിലൂടെ നമ്മൾ സീറോ ടോളറൻസിലേക്ക് പോകുക എന്നുള്ളതാണ്. സീറോ ടോളറൻസ് എന്ന് പറയുമ്പോൾ ഈ യങ്സ്റ്റേഴ്സും പുരുഷന്മാരും വളരെ കൃത്യമായി മുന്നിൽ നിൽക്കേണ്ട ഒരു ക്യാമ്പയിനായിട്ട് നമ്മൾ കരുതുന്നത് ഇനി വരാൻ പോകുന്ന തലമുറയെ സംബന്ധിച്ച് അവരുടെ ലോകത്തെ സംബന്ധിച്ചിട്ടുള്ള ദർശനം അവർക്കാണുള്ളത്. അതായത് ഇപ്പോൾ 35 വയസ്സിന് മുകളിലുള്ള അല്ലെങ്കിൽ 40 വയസ്സിന് മുകളിലുള്ള ആൾക്കാരെ സംബന്ധിച്ച് അവർ വേറൊരു ലോകത്തിൻ്റെ പ്രതിനിധികളായിട്ടാണ് പൊതുവെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പം ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ച് നമ്മൾ യങ്സ്റ്റേഴ്സിന് വഴിമാറിക്കൊടുക്കുക, അവരുടെ ഐഡിയാസ് എങ്ങനെയാണ് ഈ ക്യാമ്പയിൻ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത് എന്നുള്ള ഐഡിയാസ് ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് ഒരു സപ്പോർട്ട് സിസ്റ്റമായി ബാക്കിയുള്ള ജനറേഷനിൽ നിന്നുള്ള ആൾക്കാർ പ്രവർത്തിക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സീറ്റോ കരുതുന്നുണ്ട്. ഇര, അതിജീവിത എന്ന് പറയുന്ന വാക്കുകളൊക്കെ തന്നെ ആദ്യം ഉത്ഭവിച്ചത് യഥാർത്ഥത്തിൽ ആ സ്ത്രീയെ സംരക്ഷിക്കാനായിട്ട്, അതായത് ഇങ്ങനെയൊരു ലൈംഗികാക്രമണം നടന്നു കഴിഞ്ഞിട്ടുള്ള ഒരു സ്ത്രീയെയോ അങ്ങനെ ഒരു വ്യക്തിയെയോ സംരക്ഷിക്കാനായിട്ട് നമ്മുടെ വ്യവസ്ഥ കൊണ്ടുവന്നിട്ടുള്ള ചില പ്രത്യേക ചട്ടക്കൂടുകളാണ്. പക്ഷെ നമുക്കറിയാവുന്നതുപോലെ ആണധികാരം 10,000 വർഷത്തോളമായി പ്രാക്ടീസ് ചെയ്യുന്ന ഈ നമ്മുടെ സമൂഹങ്ങളിലെല്ലാം ഏതൊരു വ്യവസ്ഥ കൊണ്ടുവന്നാലും അത് അവസാനം സ്ത്രീക്കെതിരായി മാറുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇര എന്ന് പറയുന്ന വാക്കും അതിജീവിതം എന്ന് പറയുന്ന വാക്കും ഒക്കെ വീണ്ടും സ്ത്രീയെ പ്രതിക്കൂട്ടിൽ നിർത്താനാണ് ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുന്നതെന്ന് കാണുന്നത് കൊണ്ടാണ് നമ്മൾ പുറത്തേക്ക് വരേണ്ടത്, നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടത്. ഞാൻ ഇരയോ അതിജീവിതയോ ആകാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ആശ ആച്ചി ജോസഫാണ്. എൻ്റെ പേര് പറഞ്ഞ് വിളിക്കുക. എനിക്കുണ്ടായ പ്രശ്നം അത് എൻ്റേത് മാത്രമല്ല, എത്രയോ സ്ത്രീകളുടേതാണ്. അതുകൊണ്ട് തന്നെ ഈ സ്ത്രീകൾക്കൊക്കെ ഐഡൻറ്റിറ്റി ഉള്ള സ്ത്രീകളാണ് എന്ന് പറയുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേസമയം ഇപ്പോൾ എന്നെപ്പോലെ ഒരു കോളേജിൽ ജോലി ചെയ്യുന്ന WCCയുടെ ഫൗണ്ടർ മെമ്പറായിട്ടുള്ള വളരെ വർഷങ്ങളായിട്ട് മാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരാളെ സംബന്ധിച്ച് എനിക്ക് ഇതെടുക്കാൻ പറ്റുന്നത് പോലെ മറ്റ് ജോലികൾ ചെയ്യുന്ന, കുടുംബ അന്തരീക്ഷം വളരെ പ്രതിലോമകരമായ അല്ലെങ്കിൽ ഒട്ടും താല്പര്യമില്ലാത്ത കുടുംബ അന്തരീക്ഷമൊക്കെയുള്ള പല സ്ത്രീകളെ സംബന്ധിച്ചും ഇത് ഒരു സപ്പോർട്ട് സിസ്റ്റം ഇല്ലാതെ ചെയ്യാൻ സാധ്യമല്ലാത്ത ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും സ്ത്രീയെ സംബന്ധിച്ച് എന്തൊക്കെ പറഞ്ഞാലും എവിടെയൊക്കെ എങ്ങനെയൊക്കെ ആയാലും
നമ്മളുടെ സിസ്റ്റം ഇപ്പോഴും സ്ത്രീയെ ഒരു വസ്തു തന്നെയായിട്ടാണ് കാണുന്നത്. ആ വസ്തു എന്ന് പറയുന്ന സാഹചര്യത്തിൽ നിന്ന് ഒരു സെക്കൻഡറി പ്രയോറിറ്റി മാത്രമേ സ്ത്രീക്ക് ലഭിക്കുകയുള്ളൂ. അങ്ങനെയുള്ള ആ പ്രയോറിറ്റിയിൽ നിന്നുകൊണ്ട് മാത്രമാണ് ആ സ്ത്രീക്ക് കേസ് നടത്താൻ സാധിക്കുക. ഇപ്പോൾ എൻ്റെ ഉദാഹരണം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ആദ്യം തൊട്ട്, അതായത് ഒരു പരാതി അയക്കുന്ന പോയിന്റ് തൊട്ട്, പരാതി അയക്കാൻ തുടങ്ങുന്ന പോയിന്റ് തൊട്ട് നമ്മൾ എപ്പോഴും അനുഭവിക്കുന്നത് ഈ വ്യവസ്ഥ നമ്മളെ സെക്കൻഡറിയോ ടെർഷറിയോ ഒക്കെ ആയിട്ടുള്ള പ്രയോറിറ്റിയിൽ മാത്രമേ കാണുന്നുള്ളൂ. നമ്മളെ FIR ഫയൽ ചെയ്യപ്പെടണമെങ്കിൽ നമ്മൾ തന്നെ മുൻകൈ എടുക്കണം. നമ്മുടെ FIR ഫയൽ ചെയ്യപ്പെട്ടോ ഇല്ലയോ എന്ന് നമുക്കറിയാൻ പോലും സാധിക്കില്ല ചില സമയത്ത് നമ്മൾക്ക് എതിരായി പ്രവർത്തിച്ച ആ ആൾക്ക് മുൻകൂർ ജാമ്യം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടാവും. അത് സ്റ്റേറ്റാണ് നമ്മുടെ കേസ് നോക്കുന്നതെന്ന് പറഞ്ഞാൽ പോലും ആ സ്റ്റേറ്റിൻ്റെ പബ്ലിക് പ്രോസിക്യൂട്ടറിന് നമ്മളോട് സംസാരിക്കാൻ പോലും നേരമുണ്ടാവില്ല. ഇങ്ങനെ ആയിരക്കണക്കിന് ഹേർഡിൽസ് ആണ് ഒരു സ്ത്രീയെ സംബന്ധിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഏറ്റവും വലിയ പ്രയോറിറ്റി സെക്ഷൽ വയലൻസിന് എതിരായിട്ടുള്ള പ്രവർത്തനത്തിന് കൊടുക്കാൻ ഈ വ്യവസ്ഥയ്ക്ക് സാധിക്കുന്നത്? ഏറ്റവും പ്രധാനമായിട്ട് നമുക്കറിയാം, നമുക്കുള്ള നിയമങ്ങളൊക്കെ വളരെ നല്ല നിയമങ്ങളാണ്. നിയമങ്ങളില്ലാത്തത് കൊണ്ടല്ല നമുക്ക് പ്രശ്നമുണ്ടാകുന്നത്. ആ നിയമങ്ങൾ ഉപയോഗിക്കാൻ നമ്മളുടെ വ്യവസ്ഥ ശ്രമിക്കാത്തത് കൊണ്ടും അതിന് ഈ നേരത്തെ പറഞ്ഞ പോലെയുള്ള പ്രയോറിറ്റി കുറവുള്ളത് കൊണ്ടുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നിയമങ്ങൾ ഉപയോഗിക്കാനും ഈ നിയമങ്ങൾ അതിൻ്റേതായ കോണ്ടെക്സ്റ്റിൽ നിർത്തിക്കൊണ്ട് ഈ അതിജീവിതരായ മനുഷ്യരെ കാണാനും നമ്മൾ നിരന്തരമായ പ്രഷർ ആവശ്യമുണ്ട്. നിരന്തരമായ പ്രഷർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പൊളിറ്റിക്കൽ വില്ലാണ്. അതായത് ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇതിൽ നിന്ന് വ്യത്യസ്തരല്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു കാര്യം നമ്മൾ നോക്കുമ്പോൾ, പ്രത്യേകിച്ചും നമുക്ക് ഈ ഇടയ്ക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങൾ നോക്കുമ്പോൾ, ഒരു രാഷ്ട്രീയ പാർട്ടിയും കളങ്കരഹിതമായി എന്ന് ഞാനങ്ങ് ഉപയോഗിക്കുകയാണ് വെറുതെ. അതായത് അതിലുള്ള പുരുഷന്മാർക്ക് ഇതിനെക്കുറിച്ചിട്ടുള്ള ദർശനം എന്താണ്, കൂടെ ഒരു സ്ത്രീ വർക്ക് ചെയ്യണം എന്നുള്ള അവരുടെ ആഗ്രഹം എന്താണ്. ഇപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഇലക്ഷന് പോലും നമുക്കറിയാം എത്ര രാഷ്ട്രീയ പാർട്ടിക്കാരാണ് സ്ത്രീകളുടെ മുഖം മറ്റ് പുരുഷന്മാരുടെ മുഖത്തിനോടൊപ്പം വെച്ച് ക്യാമ്പയിൻ ചെയ്യാൻ തുടങ്ങുന്നത്. നമുക്ക് മുഴുവൻ പുരുഷന്മാരാണ്. പുരുഷന്മാരെന്ന് മാത്രമല്ല, പിന്നെ സവർണ, ഈ പറയുന്ന എല്ലാത്തരം പ്രത്യേകതകളുമുള്ള പുരുഷന്മാരാണ് കൂടുതൽ ഒരു തരത്തിൽ പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ പറയുന്ന നിയമങ്ങൾ നമുക്ക് അനുകൂലമായി വരുമെന്ന് പ്രതീക്ഷിക്കുന്നത്, ഈ നീതിന്യായ സംവിധാനം നമുക്ക് അനുകൂലമായി പ്രവർത്തിക്കുമെന്ന് വിചാരിക്കുന്നത്? അത് യഥാർത്ഥത്തിൽ 33% സ്ത്രീകളെ എങ്കിലും ഫീൽഡ് ചെയ്തുകൊണ്ട് മാത്രമേ രാഷ്ട്രീയ പാർട്ടികൾക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ചെയ്യാത്ത രാഷ്ട്രീയ പാർട്ടികൾക്ക് നമ്മൾ വോട്ട് ചെയ്യില്ല എന്ന് സ്ത്രീകളും മറ്റ് അതിന് ചുറ്റുമുള്ള, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ആൾക്കാരും ഒക്കെ തീരുമാനമെടുത്ത് പറയേണ്ട ആവശ്യമുണ്ട്. തീരുമാനമെടുത്ത് യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ തലപ്പത്തിരിക്കുന്നവരെ അറിയിക്കേണ്ട ആവശ്യമുണ്ട്. അതിൽ കൂടി മാത്രമേ പൊളിറ്റിക്കൽ വില്ല് രൂപീകരിക്കാൻ സാധിക്കൂ എന്നാണ് തോന്നുന്നത്. സീറ്റോ ക്യാമ്പയിനെ സംബന്ധിച്ചിടത്തോളം ഇത് മിനിമം ഒരു 1000 ദിവസത്തെ പരിപാടിയായിട്ടാണ് നമ്മൾ ഇപ്പോൾ കണക്കാക്കുന്നത്. 1000 ദിവസം കൊണ്ടൊന്നും ആകുന്നില്ല എന്ന് നമുക്കറിയാം. ഇപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കേരളത്തിൽ തന്നെ പ്രധാനമായിട്ടും മാറേണ്ടത് മാനസികാവസ്ഥകളാണ്, രാഷ്ട്രീയ സമീപനങ്ങളാണ്, പൊളിറ്റിക്കൽ വില്ലാണ്. ചെയ്യാൻ ബ്യൂറോക്രസിയെയും മറ്റുള്ള അതുപോലെയുള്ള സെഗ്മെൻറ്റ്സിനെയും തയ്യാറെടുപ്പിക്കലാണ്, എംപവർമെൻ്റ് ആണ്. സ്ത്രീകൾ ഒരു തരത്തിൽ എംപവേർഡ് ആണെന്ന് പറഞ്ഞാൽ തന്നെ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാരൊന്നും ഈ എംപവർമെൻറ്റിനെ ഗൗനിക്കാത്ത പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ നമുക്ക് വീണ്ടും ഈ പ്രിവെൻഷൻ, പ്രൊഹിബിഷൻ, റിഡ്രസൽ എന്നീ മെക്കാനിസത്തിലേക്ക് പോകേണ്ടതായിട്ട് വരും എന്നുള്ളത് നമുക്കറിയാവുന്നതുകൊണ്ട് തന്നെ നമ്മൾ പ്രധാനമായിട്ടും പ്ലാൻ ചെയ്യുന്നത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പുരുഷന്മാർ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൃത്യമായ ഒരു പരിപാടി ആവിഷ്കരിക്കുക. പുരുഷന്മാരുടെ ഭാഗത്ത് നിന്ന് എങ്ങനെയാണ് ഈ രാഷ്ട്രീയ ചിന്ത ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുക, ന്യൂ ജനറേഷൻ ചെറുപ്പക്കാരുടെ ഭാഗത്തു നിന്ന് എങ്ങനെയാണ്, അതുപോലെ സ്ത്രീകൾ, മറ്റ് നമ്മുടെ ചുറ്റുമുള്ള ക്യൂർ വ്യക്തികൾ, ഇവരൊക്കെ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്. അത്
എപ്പോഴും നമ്മളൊരു ലേണിംഗ് ബേസിൽ നിന്നാണ് തുടങ്ങുന്നത്. നമ്മൾ പഠിക്കുകയാണ്, കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് പണിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുക. അപ്പോൾ നമ്മൾ അംബേദ്കർ പറഞ്ഞതുപോലെ എഡ്യൂക്കേറ്റ് എന്നുള്ളതാണ് ആദ്യത്തെ ഒരു സംഗതി. അപ്പോൾ എഡ്യൂക്കേറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കത് വളരെ ടിപ്പിക്കലായിട്ടുള്ള രീതികളിൽ എഡ്യൂക്കേറ്റ് ചെയ്തുകൊണ്ട് കാര്യമില്ല. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഫെസ്റ്റിവൽസ് പോലെ പൊളിറ്റിക്കൽ ഫെസ്റ്റിവൽസ് പിന്നെ നടത്തുക എന്നുള്ളതാണ്. സീറ്റോ പൊളിറ്റിക്കൽ ഫെസ്റ്റിവൽ എന്ന് പറയുന്ന ഒരു ആശയം നമ്മുടെ മുന്നിലുണ്ട്. അത് ചെറുപ്പക്കാരുമായി അതുപോലെ മറ്റുള്ള ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങളുമൊക്കെ ആയിട്ട് ചേർന്നിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാൻ സാധിക്കും. പൊളിറ്റിക്കൽ പാർട്ടീസിനെ നമ്മൾ ഒപ്പം കൊണ്ടുവന്നുകൊണ്ട് ആ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് നമുക്ക് മുന്നോട്ട് എങ്ങനെ ചിന്തിക്കാൻ സാധിക്കും. ഇതൊക്കെയാണ് നമ്മൾ ചെറിയ തോതിൽ ആലോചിക്കുന്നത്. ഇപ്പോൾ മാർച്ച് 7-ാം തീയതിയാണ് നമ്മൾ ഇതിൻ്റെ ഒരു ഫോർമലായിട്ടുള്ള ഒരു ലോഞ്ച് എറണാകുളത്ത് വഞ്ചി സ്ക്വയറിൽ ആണ് അത് ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ ടിപ്പിക്കലായിട്ടുള്ള ഒരു ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എന്നുള്ളത് മാറിയിട്ട് എല്ലാവർക്കും ചേർന്ന് വരാനും കഴിയുന്നത്ര ആൾക്കാർക്ക് പങ്കെടുക്കാനും സാധിക്കുന്ന സ്നേഹഭാഷണങ്ങൾ, കൾച്ചറൽ പ്രോഗ്രാംസ്, ഇങ്ങനത്തെ ഒരു കുറച്ചുകൂടെ എന്താ പറയുക, ഒരു ഇവോൾവിങ് സ്ട്രക്ചറാണ് നമ്മുടെ ക്യാമ്പയിന് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. അതിൽ ഒത്തിരി ആൾക്കാർ വന്ന് ചേരാനുണ്ട്. ഒത്തിരി നമ്മുടെ ഓർഗനൈസേഷൻസിൻ്റെ ഉൾപ്പെടലും ഉൾച്ചേരലും ആവശ്യമുണ്ട്. WCC പോലെയുള്ള പല സംഘടനകളും നമ്മളോടൊപ്പമുണ്ട്. എങ്കിൽ പോലും ഒരു പുതിയ ഭാഷ ഇതിനെ രൂപപ്പെടുത്തേണ്ടതുള്ളത് കൊണ്ട് തന്നെ നമ്മൾ വളരെ ശ്രദ്ധയോടെ ആൾക്കാരെ ഇതിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. നമ്മൾ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ പല പിന്നെ ഓർഗനൈസേഷൻസും ചില സമയത്ത് പ്രത്യേകമായ കാരണങ്ങളാലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറി നിൽക്കുന്ന പതിവുണ്ട്. അത് നമ്മൾ ഇവിടെ അങ്ങനെ ആവരുതേ എന്നുള്ളതാണ് നമ്മളുടെ പ്രതീക്ഷ. അതുകൊണ്ട് തന്നെ മാക്സിമം ആൾക്കാരെ ചേർത്തുകൊണ്ട് വിമർശനങ്ങൾ പിന്നെ മുന്നോട്ട് വയ്ക്കുന്നവരോടൊപ്പം നമ്മൾ എൻഗേജ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. അത് എൻഗേജ്മെൻറ്റ് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനുള്ള വഴി തുറന്നു തരുള്ളൂ. അതായത് ഇടപെടൽ, പിന്നീടുള്ള തുടർ സംഭാഷണങ്ങൾ, ഒരുമിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സാധ്യതകൾ, ഇതൊക്കെ മാത്രമേ മുന്നോട്ട് കൊണ്ടുപോവുകയുള്ളൂ. പുറംതിരിഞ്ഞ് നമ്മൾ നിന്നിട്ട് ഒരു കാര്യവുമില്ല. നമ്മളെല്ലാവരും ഒരുമിച്ച് മുന്നോട്ട് പോകേണ്ടവരാണ് എന്നുള്ള, അതായത് അധികാരം പ്രയോഗമാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട, അതിനെയാണ് നമ്മൾ വെല്ലുവിളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ പങ്കാളിത്തം ഇവിടെ ആവശ്യമുണ്ട് എന്നാണ് നമ്മൾ കരുതുന്നത്. KSFE, ഈ നാടിന്റെ ധൈര്യം.